അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നീക്കിക്കളയല്ലേ. പരിശുദ്ധ പ്രവാചകൻ്റെ 1501 ജന്മദിനാണ് ആഗസ്റ്റ് 25. മുസ്ലിം സമുദായത്തിനും ലോക ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു ദിവസമാണത്. പരിശുദ്ധ പ്രവാചകനെ സ്നേഹിക്കാത്തവരാരുമില്ല. പ്രവാചകൻ കാരണം കൊണ്ടാണ് ഈ ലോകം ദൈവം അള്ളാഹു പഠിച്ചത്. അതെല്ലാം നമുക്കറിയുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് എൻ്റെ യുവാക്കളോടും എൻ്റെ കേരളത്തിലെ മലയാളികളോടും ജാതി മത വ്യത്യാസമില്ലാത്ത എല്ലാ മനുഷ്യരോടും ആ ദിവസം കഴിവിൻ്റെ പരമാവധി നമ്മളെല്ലാവരും മുന്നിൽ നിന്നും കൊണ്ട് അതിൻ്റെ കുട്ടികളെ പരിപാടി ഉണ്ടാകും. എല്ലാ മേഖലയിലും ഉണ്ടാകും. അത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നല്ല ഗംഭീരമായി, ഈ വർഷം അതിനെക്കാട്ടി ഗംഭീരമാക്കണം. എൻ്റെ യുവാക്കളോടാണ് ഞാൻ പറയുന്നത്. യുവാക്കളെ, നിങ്ങൾ ശ്രമിച്ചാൽ എല്ലാം നടക്കും. തീരദേശ മേഖലയിലും എവിടെയായാലും ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തുന്നവരും ഫുട്ബോൾ കളിക്കുന്ന യുവാക്കളും നിങ്ങളാണ് ഈ നാടിൻ്റെ വിജയം. നിങ്ങളിപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞ് ലക്ഷങ്ങൾ ചിലവാക്കി, ചിലർ ആയിരക്കണക്കിന് ഉറുപ്പ് ചിലവാക്കിയിട്ടുണ്ട്, ലക്ഷങ്ങൾ ചിലവാക്കിയവരുണ്ട് അല്ലേ? വേൾഡ് കപ്പിന് ഓരോരോ രാഷ്ട്രത്തിൻ്റെ ഓരോ കളിക്കാരെ ആ ബാനർ വെക്കാനായിട്ട്. പക്ഷെ നമ്മളത് ചോര നീരാക്കി നയിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. അത് വെച്ച് നിങ്ങളെ കളിപ്രേമികളാണ്, അത് സമ്മതിച്ചു. പക്ഷെ അത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ, മുസ്ലിം സമുദായത്തിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് സംസാരിക്കുന്നത്. നാളെ റബ്ബിൻ്റെ കോടതിയിൽ ആ പൈസ ചിലവാക്കിയതിനൊരു തെളിവുണ്ടാവില്ല, അതിനൊരു പുണ്യമുണ്ടാവില്ല. പക്ഷേ ഈ ജന്മദിനത്തിന്, പ്രവാചകൻ്റെ ജന്മദിനത്തിന് നിങ്ങൾ ₹1 ഒരു മിഠായി ഒരു കുട്ടിന് കൊടുത്താൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം തന്നെ അവസാനിക്കും. ആ മുട്ടായി, ₹1 മുട്ടായി കൊടുത്ത് നാളെ റബ്ബിൻ്റെ കോടതിയിൽ അത് സാക്ഷി